ഹായ് ഹലോ, ഇന്നൊരു പ്രൊഡക്റ്റീവ് ഈവനിങ് റുട്ടീൻ കണ്ടാലോ? കുറേ നാൾക്ക് ശേഷം ഞാൻ ചായ കുടിച്ചു ഇന്ന്. പിന്നെ ആ കാണിച്ച ഒരു ചോക്കോ ബണ്ണും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നേരെ റൂമിലോട്ട് പോയി ഒരു ജേർണലിംഗ് വീഡിയോ എടുക്കാൻ. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ ആ ഒരു ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഒരു 3-4-5 മണിക്കൂർ എടുത്താൽ തീർന്നത്. ജേർണലിംഗ് വീഡിയോ ഓൾറെഡി എല്ലാവരും കണ്ടു കാണും. അപ്പോൾ നമ്മുടെ ജേർണലിംഗ് നല്ല പെർഫെക്റ്റ് ക്ലീൻ ആയിട്ട് ഇട്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അങ്ങനെ ഞാൻ വേഗം ജേർണൽ ബുക്കൊക്കെ എടുത്ത് ഒരു ഓർഗനൈസറിൽ വെച്ചിട്ട് പണി തുടങ്ങാൻ വിചാരിച്ചു. ഫസ്റ്റ് എൻ്റെ ഡെസ്ക്കാണ് ക്ലീൻ ആക്കിയത്. ഈ ഒരു കുഞ്ഞ് വേസ്റ്റ് പാൻ എനിക്ക് മമ്മ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്. ഇതുപോലെ ഡെസ്കിൽ ക്രാഫ്റ്റ് ജേർണലിംഗ് ചെയ്യുമ്പോൾ അപ്പോൾ ഉള്ള പൊടികളൊക്കെ വേഗം തന്നെ ഒന്ന് എടുക്കാൻ വേണ്ടി ഭയങ്കര ക്യൂട്ടല്ലേ. എൻ്റെ ഡെസ്കിൽ കുറേ പെയിൻറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അതൊക്കെ തുടച്ച് കളഞ്ഞു. അതിനുശേഷം ഞാൻ ബെഡിൻ്റെ ഏരിയയിലേക്ക് വന്നു. എല്ലാ വീഡിയോസും കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണുന്നൊരു വ്യൂവറാണ് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഡെസ്ക് ഒരു ഷെൽഫ് പോലത്തെ മോഡലിൽ ചെറിയൊരു സ്പേസാണ് ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ മാത്രമുള്ളത്. അപ്പോൾ അവിടെ എനിക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ജേർണലിംഗ് ചെയ്യുന്ന ടൈമിലുള്ള സപ്ലൈസൊക്കെ ഞാൻ എപ്പോഴും എടുത്ത് ബെഡ് വയ്ക്കും. അങ്ങനെയാണ് ബെഡ് ഫുൾ അലങ്കോലമാവുന്നത്. അങ്ങനെ ബെഡൊക്കെ ക്ലീൻ ആക്കി എന്നിട്ട് ഞാൻ കുളിക്കാൻ നേരെ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്കാണ് ബെഡിൻ്റെ ഒരു കോർണറിൽ ഇഷ്ടം പോലെ ക്ലോത്ത്സ്. അത് എല്ലാം എൻ്റെതല്ല, വീട്ടിലെല്ലാവരുടെയും കൂടെ ഉള്ളതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി വയ്ക്കാൻ വിചാരിച്ചു. പണ്ടൊക്കെ എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ എല്ലാവരുടെയും ഡ്രസ്സ് മടക്കണം, വീട് ക്ലീൻ ചെയ്യണം, അങ്ങനെ ഭയങ്കര പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. അപ്പം ഞാൻ ഭയങ്കര കാര്യമായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് മടക്കിയൊക്കെ വയ്ക്കും. ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. എപ്പോഴും അമ്മ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ചെയ്തപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി, അമ്മയ്ക്കും സന്തോഷമായി. റൂമൊക്കെ ക്ലീൻ ചെയ്തു. ഇനി ഞാൻ നോക്കി ക്ലീൻ ആവാമെന്ന് പറഞ്ഞിട്ട് കുളിച്ചു. എന്നിട്ട് വേഗം തന്നെ ട്യൂഷൻ ജോയിൻ ചെയ്തു. നൈറ്റ് ഡിന്നർ അടിപൊളിയായിരുന്നു. നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട്, പിന്നെ ദോശയും ചിക്കൻ കറി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഫുഡ് വ്ളോഗ്സൊക്കെ എടുക്കുമ്പോഴത്തേക്കും എന്നെക്കാട്ടി മമ്മയ്ക്കാണ് താല്പര്യം തോന്നാറുണ്ട്. ബിക്കോസ് ഞാൻ ചില ക്ലിപ്സൊക്കെ വിട്ടുമ്പോൾ മമ്മ ഇങ്ങനെ എന്നെ ഓർമ്മിപ്പിക്കുക, ഇതെടുക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഡിന്നറൊക്കെ സെറ്റായി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എൻ്റെ വയലിൽ കപ്പലോടുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈവനിങ് എടുത്ത ആ ഒരു ഷോർട്സ് ഉണ്ടല്ലോ, അർജൻറ്റീന ജേർണലിംഗ്, അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനായിരുന്നു. ഞാൻ ഇൻഷോട്ടിലാട്ടോ എഡിറ്റ് ചെയ്യാറുള്ളത്. ഞാൻ അവരുടെ അല്ല അപ്ലോഡ് ചെയ്തത്, നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഹെയറൊക്കെ സെറ്റ് ചെയ്തു, ബെഡ് കുടഞ്ഞിട്ടു. വേറൊന്നുമല്ല, കുറച്ച് ASMR കേൾപ്പിച്ചതാണ്. അങ്ങനെ നമ്മുടെ ഈവനിങ് റുട്ടീൻ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.